നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയുടെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ കമോൺ ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കരിമീനാണ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതിലേക്ക് വേണ്ട മസാല സെറ്റാക്കാം. അതിനായിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻകുട്ടന്മാരെ അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. ഇനി മീൻകുട്ടന്മാരെ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന വെളിച്ചെണ്ണ ഞാനൊരു ചട്ടിയിലേക്കായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ടൊന്ന് സവാള വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകാണ് ഈ ഒരു കറീൻ്റെ എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഫിഷ് മോളിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണം. അതിനായിട്ട് 1-ാം പാലും 2-ാം പാലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറണ വരെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടായി തിളച്ച് വരുമ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് മീൻകുട്ടന്മാരുടെ മേലേക്ക് തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി വേണമെങ്കിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കിടിലനായിട്ടുള്ള ഫിഷ് മോൾ ഇവിടെ സെറ്റ് ആവാൻ പോകുകയാണ്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും മീൻ കഷ്ണം നോക്കാം. ഇനി ഒരു 30 മിനിറ്റ്സ് അടച്ചു വെച്ചതിന് ശേഷം എടുക്കാം. കിഡിലൻ ഫിഷ് മോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.